MLA ആൻസലൻ കൂടി ഇപ്പോൾ സി മലയാളം ന്യൂസൊപ്പം ചേരുകയാണ്. സർ, നല്ല ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂട് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലൊരു സാഹചര്യം? തിരുവനന്തപുരം മണ്ഡലം ഇത്തവണ ചരിത്രം തിരുത്തി കുഴുകി. 2004 തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആവർത്തിക്കാനുള്ള സാധ്യത. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യവും UDF സ്ഥാനാർത്ഥി ജയിച്ചു പോയത് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. യഥാർത്ഥത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന അവസ്ഥയായിരുന്നു ആ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായി വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ LDF-നും പ്രത്യേകിച്ച് പന്നിൻ്റെ വീതിനും നല്ല സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഇപ്പോൾ പ്രചരണ പരിപാടി നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യം ത്രികോണ മത്സരമാണെന്ന് ശശി തരൂർ പറയുന്നു. പിന്നീട് മത്സരം BJP-യും കോൺഗ്രസും മാത്രമാണെന്ന് പറയുന്നു. എന്താണ് ഈ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയൊക്കെ ഇത്ര പാടെ അവഗണിക്കുന്ന നിലപാടിലേക്ക് UDF-ഉം കോൺഗ്രസും ഒക്കെ പോകുന്നത്? അല്ല, അദ്ദേഹത്തിന് പരാജയം മുന്നിൽ കണ്ടു തുടങ്ങി. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാനും BJP-യും തമ്മിലാണ് മത്സരം എന്നുള്ളത് വരുത്തി തീർത്ത്, പ്രത്യേകിച്ച് BJP വിരുദ്ധ വോട്ടുകൾ, മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളെപ്പോലെ സ്വന്തം പെട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. UDF-ൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് BJP സ്ഥാനാർത്ഥികളെല്ലാം 3-ാം സ്ഥാനത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ അതിന് ഘടകവിരുദ്ധമായി BJP-യെ ബോധപൂർവം ബൂസ്റ്റ് ചെയ്യുന്നൊരു സമീപനമാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം BJP-യിലേക്ക് കൂറിമാറി പോകുമെന്നുള്ളതൊരു വസ്തുതയാണ്. അടുത്ത 2024 പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ നിസ്സംശയം നരേന്ദ്രമോദി തന്നെ എന്ന് എന്തിനാ സംശയമെന്ന് ചോദിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം അതും അതിനപ്പുറവും പറയും. അതോടെ BJP-യുടെ പ്രകടനം കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയാണ്. 3-ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടു. അന്ന് വലിയ ആരോപണമൊക്കെ BJP-യുടെ ഭാഗത്ത് നോക്കെ ഉണ്ടായിരുന്നു. CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയൊക്കെ വോട്ട് മറച്ചെന്നുള്ള. ഈ തവണ CPI-യുടെ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു വോട്ട് ശരി? BJP-യുടെ നിലപാട് എന്തായിരിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യത്തിന് തീർത്തും എതിരായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകളെന്ന് പറയുന്ന വടക്കേ മലബാറിൽ പോലും ഇടതുപക്ഷം പരാജയപ്പെട്ടു. ആ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. ഇപ്പോൾ ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിനകത്തില്ല. ബോധപൂർവം പത്രമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പമാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ച്. അതുകൊണ്ട് BJP ഇവിടെ 3-ാം സ്ഥാനത്താണ്. കാരണം BJP-യുടെ സാധാരണ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല നിലവിലെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ BJP-യുടെ സാധാരണ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായിട്ടില്ല. പണക്കൊഴുപ്പിൻ്റെ ഒരു മേൽക്കൈ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. BJP തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ അവസാനഘട്ട പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ അവസാനഘട്ട പ്രചരണ പരിപാടി ഓരോ ദിവസം കഴിയുമ്പോഴും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനം, കുടുംബയോഗങ്ങൾ, വ്യക്തികളെ കാണൽ, സ്പെഷ്യൽ സ്ക്വാഡുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ കരുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗ ജനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിർത്തുന്ന എല്ലാ നിലയിലുമുള്ള ഒരു തരത്തിലുമുള്ള കുറവ് വരുത്താത്ത ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ തലസ്ഥാന മണ്ഡലം ഇത്തവണ ഇടതുമുന്നണിക്ക് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലസ്ഥാനത്ത് ചുവപ്പ് പതാക പാറിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.